ഇന്ത്യ 78ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന വേളയിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യത്തിലേക്ക് വഴിയൊരുക്കിയ സുപ്രധാന പോരാട്ടങ്ങളിലേക്കും കടന്നു വന്ന വഴികളും ഒന്ന് അടുത്തറിയാം. ശിപ്പായി ലഹള മുതൽ നിസ്സഹകരണവും ക്വിറ്റ് ഇന്ത്യയും വരെ ഈ പ്രസ്ഥാനങ്ങൾ കേവലം ചരിത്ര സംഭവങ്ങൾ മാത്രമല്ലായിരുന്നു, മറിച്ച് ദശലക്ഷക്കണക്കിന് ഇന്ത്യക്കാരെ ഒന്നിപ്പിച്ച് സ്വാതന്ത്ര്യത്തിനായുള്ള കൂട്ടായ സ്വപ്നത്തിന്റെ അധ്യായങ്ങളായിരുന്നു. ഏതാണ്ട് 2 നൂറ്റാണ്ടുകൾ നീണ്ട ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണം ശിഥിലമാക്കുന്നതിലും സ്വന്തം കാലിൽ ശക്തമായി നിലകൊള്ളുന്ന ഒരു പരമാധികാര രാഷ്ട്രത്തെ രൂപപ്പെടുത്തുന്നതിലും ഓരോ പ്രസ്ഥാനവും നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് സാക്ഷ്യം വഹിച്ചു. ഇത് ഒരുപക്ഷെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ നിർണായക നിമിഷങ്ങളിൽ ഒന്നായിരുന്നു. ഇന്ത്യക്കാരെ ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്യാനുള്ള ബ്രിട്ടീഷ് ശ്രമങ്ങൾ, അമിത നികുതി, നാട്ടുരാജ്യങ്ങളുടെ ലയനം, പാശ്ചാത്യ സംസ്കാരം ഇന്ത്യയിൽ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമങ്ങൾ, ഇവയിലൊക്കെ വർദ്ധിച്ചു വരുന്ന നീരസം ഉൾപ്പെടെ ഈ പ്രക്ഷോഭത്തിന് ചരിത്രകാരന്മാർ വിവിധ കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്നിരുന്നാലും കലാപത്തിന്റെ ഒരു പ്രധാന ട്രിഗർ ഹിന്ദു മുസ്ലിം സൈനികർക്ക് മൃഗക്കൊഴുപ്പ് പുരട്ടിയ വെടിയുണ്ടകൾ ഉപയോഗിക്കാനുള്ള ബ്രിട്ടീഷ് സൈന്യത്തിന്റെ ഉത്തരവാണ്. ഇത് 2 മതങ്ങളുടെയും വിശ്വാസങ്ങളെ ലംഘിക്കുകയും വ്യാപകമായ കലാപത്തിലേക്ക് നയിക്കുകയും ചെയ്തു. ഈ നീക്കം താമസിയാതെ ഒരു കലാപമായി മാറുകയായിരുന്നു. ബ്രിട്ടീഷ് രാജിനെതിരായ പോരാട്ടത്തിൽ ഇന്ത്യക്കാരെ സമുദായങ്ങളിലും പ്രദേശങ്ങളിലും ഒന്നിപ്പിച്ചു. നാനാ സാഹിബ്, ദിവാൻ അസിമുള്ള, താന്തിയ തോപ്പെ, കുൻവാർ സിംഗ്, റാണി ലക്ഷ്മിഭായ് തുടങ്ങിയ വ്യക്തികളുടെ നേതൃത്വത്തിൽ കാൺപൂർ, ലക്നൗ, ഝാൻസി, ബറേലി, ഗംഗാതീരത്തിന്റെ മറ്റു പ്രദേശങ്ങളിലേക്കും കലാപം അതിവേഗം വ്യാപിച്ചു. 1857 കലാപം പരാജയപ്പെടുകയും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പിരിച്ചുവിടലിലേക്കും നേരിട്ടുള്ള ബ്രിട്ടീഷ് കിരീട ഭരണം സ്ഥാപിക്കുന്നതിലേക്കും നയിച്ചെങ്കിലും അത് സ്വാതന്ത്ര്യത്തിന്റെ ആത്മാവിനെ ജ്വലിപ്പിച്ചു എന്ന് വേണം പറയാൻ. ഈ കലാപം ഭാവിയിലെ ദേശീയ പ്രസ്ഥാനങ്ങൾക്ക് കളമൊരുക്കി. അവിടുന്ന് നേരെ 1905, 1911 കാലത്തെ സ്വദേശി പ്രസ്ഥാനം. 1905 ബംഗാളിനെ 2 പ്രത്യേക പ്രവിശ്യകളായി വിഭജിക്കാനുള്ള ബ്രിട്ടീഷ് തീരുമാനത്തിന് മറുപടിയായി സ്വദേശി പ്രസ്ഥാനം ഉയർന്നു. ബംഗാൾ വിഭജനം ഭരണപരമായ വെല്ലുവിളികൾ ലഘൂകരിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണെന്ന് ബ്രിട്ടീഷ് പറയുമ്പോഴും ഇന്ത്യൻ ഐക്യത്തെ ഭിന്നിപ്പിക്കാനും ദുർബലപ്പെടുത്താനുമുള്ള ബോധപൂർവമായ ശ്രമമായി കാണപ്പെട്ടു. ബാലഗംഗാധര തിലക്, ദാദാബായ് നവറോജി, ഗോപാലകൃഷ്ണ ഗോഖലെ തുടങ്ങിയ പ്രമുഖരുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ നിരസിച്ചുകൊണ്ട് ഇന്ത്യൻ നിർമ്മിത ചരക്കുകളുടെയും സേവനങ്ങളുടെയും ഉപയോഗത്തിന് ഈ പ്രസ്ഥാനം നേതൃത്വം നൽകി. പ്രാദേശിക വ്യവസായങ്ങളെ പുനരുജ്ജീവിപ്പിക്കുകയും ദേശീയ അഭിമാന ബോധം വളർത്തുകയും ചെയ്യുക, ഇന്ത്യക്ക് സ്വതന്ത്രമായി അഭിവൃദ്ധി പ്രാപിക്കാൻ കഴിയുമെന്ന് ബ്രിട്ടീഷുകാർക്ക് കാണിച്ചു കൊടുക്കുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം. ബ്രിട്ടീഷ് ചരക്കുകൾ പരസ്യമായി കത്തിച്ചതോടെ പ്രസ്ഥാനം ശക്തി പ്രാപിച്ചു. ഇത് വർദ്ധിച്ച പിരിമുറുക്കങ്ങൾക്കും സർക്കാർ അടിച്ചമർത്തലുകൾക്കും കാരണമാവുകയായിരുന്നു. ബംഗാൾ വിഭജനം ഉണ്ടായിട്ടും ഇന്ത്യൻ ചരിത്രത്തിൽ ഒരു സുപ്രധാന വഴിത്തിരിവായി സ്വദേശി പ്രസ്ഥാനം ഇന്ത്യക്കാരുടെ കൂട്ടായ ശക്തി പ്രകടമാക്കി. ഒരു ഐക്യ മുന്നണിക്ക് ബ്രിട്ടീഷ് ഭരണത്തെ ശക്തമായി വെല്ലുവിളിക്കാനും മറികടക്കാനും കഴിയുമെന്ന് തെളിയിക്കുകയും ചെയ്തു. സ്വദേശി പ്രസ്ഥാനത്തിന്റെ ചുക്കാൻ പിടിച്ച് ചമ്പാരൻ സത്യാഗ്രഹമായിരുന്നു പിന്നീട്. 1917 ബീഹാർ പ്രദേശമായ ചമ്പാരനിലാണ് സ്വാതന്ത്ര്യ സമരത്തിനിടെ ആദ്യമായി നിയമലംഘനം നടന്നത്. മഹാത്മാഗാന്ധി മുൻകൈയെടുത്ത പ്രസ്ഥാനം ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ അഹിംസാത്മകമായ ചെറുത്തുനിൽപ്പിന്റെ ഒരു പ്രചാരണമായിരുന്നു. അത് സമാധാനപരമായ നിയമലംഘനത്തിനും അടിച്ചമർത്തൽ നിയമങ്ങളോടുള്ള നിസ്സഹകരണത്തിനും ഊന്നൽ നൽകി. അടിച്ചമർത്തൽ ചട്ടങ്ങളും അതുപോലെ അമിത നികുതിയും മൂലം വലയുന്ന കർഷകരുടെ ദുരവസ്ഥയെക്കുറിച്ച് അന്വേഷിക്കാൻ ചമ്പാരൻ സന്ദർശിക്കാൻ ഒരു ഇൻഡിഗോ കർഷകനായ രാജ്കുമാർ ശുക്ല ഗാന്ധിയെ പ്രേരിപ്പിച്ചതോടെയാണ് ഇതെല്ലാം ആരംഭിച്ചത്. ടിങ്കത്തിയ സമ്പ്രദായത്തിൽ ബ്രിട്ടീഷ് കോളനിക്കാർ ഇൻഡിഗോ കൃഷി ചെയ്യാൻ കർഷകരെ നിർബന്ധിച്ചു. തോട്ടക്കാർക്കും ഭൂ ഉടമകൾക്കും എതിരെ അഹിംസാത്മകമായ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് ഗാന്ധി പ്രാദേശിക കർഷകരെയും ജനങ്ങളെയും അണിനിരത്തി. പ്രസ്ഥാനത്തിന്റെ വിജയം അടിച്ചമർത്തുന്ന ടിങ്കത്തിയ സമ്പ്രദായം നിർത്തലാക്കുന്നതിന് സർക്കാരിനെ നയിച്ചു. കർഷകർക്ക് അവരുടെ നഷ്ടത്തിന് നഷ്ടപരിഹാരവും ലഭിച്ചു. ചമ്പാരനെ തുടർന്ന് 1917 1918 ഇടയിൽ അഹമ്മദാബാദിലും ഖേഡയിലും സമാനമായ പ്രതിഷേധങ്ങൾക്ക് ഗാന്ധി നേതൃത്വം നൽകുകയായിരുന്നു. 1919 വലിയ റൗലത്ത് സത്യാഗ്രഹത്തിന് വേദിയൊരുക്കി. രാഷ്ട്രീയ മാറ്റം കൊണ്ടുവരാൻ സത്യാഗ്രഹം എന്ന സമാധാനപരമായ ചെറുത്തുനിൽപ്പ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ അടിത്തറ പാകി. നിസ്സഹകരണ പ്രസ്ഥാനം 1920-22 അടുത്തത്. 1920 മഹാത്മാഗാന്ധി ആരംഭിച്ച നിസ്സഹകരണ പ്രസ്ഥാനം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഒരു സുപ്രധാന ശ്രമമായിരുന്നു.
നിയമലംഘനത്തിലൂടെയും സർക്കാർ സ്ഥാപനങ്ങളുടെ ബഹിഷ്കരണത്തിലൂടെയും ബ്രിട്ടീഷ് ഭരണത്തെ ദുർബലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഇത്. ആയിരക്കണക്കിന് നിരപരാധികളുടെ ജീവൻ പൊലിഞ്ഞ 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല പോലുള്ള സംഭവങ്ങളാണ് ഈ പ്രസ്ഥാനത്തിന് തിരികൊളുത്തിയത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി ഒത്തുചേരാൻ പ്രധാന സാമൂഹിക പരിപാടികൾ, ഓഫീസുകൾ, സ്കൂളുകൾ എന്നിവ ബഹിഷ്കരിക്കുക എന്നതായിരുന്നു ഗാന്ധിയുടെ തന്ത്രം. കൈനൂലും നെയ്ത്തും പ്രോത്സാഹിപ്പിക്കുകയും സമൂഹത്തിൽ നിന്ന് തൊട്ടുകൂടായ്മ ഇല്ലാതാക്കാൻ പ്രവർത്തിക്കുകയും ചെയ്യാനും സ്വദേശി തത്വങ്ങൾ സ്വീകരിക്കാനും അദ്ദേഹം ആളുകളോട് അഭ്യർത്ഥിച്ചു. സർക്കാർ സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നും ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പിന്മാറിയതോടെ പ്രസ്ഥാനം പെട്ടെന്ന് ശക്തി പ്രാപിച്ചു. പഞ്ചാബിൽ ലാലാ ലജ്പത് റോയ് നേതൃത്വം നൽകി. മോത്തിലാൽ നെഹ്റു, CR ദാസ്, ജവഹർലാൽ നെഹ്റു, C രാജഗോപാലാചാരി, വല്ലഭായ് പട്ടേൽ, സൈഫുദ്ദീൻ കിച്ലു, ആസഫ് അലി, രാജേന്ദ്ര പ്രസാദ്, T പ്രകാശം തുടങ്ങിയ പ്രമുഖ നേതാക്കൾ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്വയം ഭരണം അല്ലെങ്കിൽ സ്വരാജ്യത്തിന് ആഹ്വാനം ചെയ്തു. അഹിംസാത്മകമായ പ്രതിഷേധ രീതികൾ മാത്രം വാദിച്ചു. എന്നിരുന്നാലും 1922 ഫെബ്രുവരിയിലെ ചൗരി ചൗര സംഭവത്തെ തുടർന്ന് ഈ പ്രസ്ഥാനം പെട്ടെന്ന് അവസാനിച്ചു. അക്രമാസക്തമായ ഒരു സംഘർഷം ഒരു പോലീസ് സ്റ്റേഷൻ കത്തിക്കുന്നതിനും 22 പോലീസുകാരുടെ മരണത്തിനും കാരണമായി. അക്രമത്തിൽ അസ്വസ്ഥനായ ഗാന്ധി പ്രസ്ഥാനം നിർത്താൻ തീരുമാനിക്കുകയായിരുന്നു. പെട്ടെന്ന് അവസാനിച്ചെങ്കിലും നിസ്സഹകരണ പ്രസ്ഥാനം ഭാവിയിലെ പ്രതിരോധ ശ്രമങ്ങൾക്ക് അടിത്തറയിട്ടു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിലെ ഒരു സുപ്രധാന അധ്യായമായ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് 1930 ആരംഭിച്ചത് ബ്രിട്ടീഷുകാർ ഉപ്പിന്മേൽ നികുതി ചുമത്തിയതിനെ തുടർന്നാണ്. ബ്രിട്ടീഷ് രാജ്യന്റെ വരുമാനത്തിന്റെ 8.2% വരുന്ന ഈ നികുതി ഇന്ത്യക്കാരെ പ്രകോപിപ്പിക്കുകയും മഹാത്മാഗാന്ധിയെ ഇതിനെതിരെ നിലപാടെടുക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. 1930 മാർച്ച് 12 സബർമതി ആശ്രമത്തിൽ നിന്ന് ഗുജറാത്തിലെ തീരദേശ ഗ്രാമമായ ദണ്ഡിയിലേക്ക് ഗാന്ധി ചരിത്രപരമായ മാർച്ച് ആരംഭിച്ചു. ആയിരക്കണക്കിന് അനുയായികളോടൊപ്പം കടൽ ജലത്തിൽ നിന്ന് ഉപ്പ് ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് ഗാന്ധി ബ്രിട്ടീഷ് ഉപ്പ് നിയമങ്ങളെ ധിക്കരിച്ചു. ഉപ്പ് സത്യാഗ്രഹം നടത്തി. ഈ ധിക്കാരപരമായ പ്രവൃത്തി കൊളോണിയൽ ഭരണത്തിനെതിരെ രാജ്യവ്യാപകമായ അഹിംസാത്മക നിസ്സഹകരണ പ്രസ്ഥാനത്തിന് തുടക്കമിട്ടു. നിസ്സഹകരണ പ്രസ്ഥാനം അതിവേഗം ശക്തി പ്രാപിച്ചു. അതിന്റെ ഫലമായി ഗാന്ധി ഉൾപ്പെടെ 60,000-ലധികം ആളുകൾ അറസ്റ്റിലാവുകയും ചെയ്തു. എന്നിരുന്നാലും നീതിക്ക് വേണ്ടിയുള്ള നിരന്തരമായ അന്വേഷണവും വ്യാപകമായ മാധ്യമ ശ്രദ്ധയും ബ്രിട്ടീഷുകാരുടെ അവരുടെ നിലപാട് പുനഃപരിശോധിക്കാൻ നിർബന്ധിതരാക്കി. 1931 ജയിൽ മോചിതനായ ശേഷം സിവിൽ നിസ്സഹകരണ പ്രചാരണം അവസാനിപ്പിക്കാൻ ചർച്ച ചെയ്യുന്നതിനായി ഗാന്ധി ഇന്ത്യയുടെ വൈസ്രോയ് ഇർവിൻ പ്രഭുവുമായി കൂടിക്കാഴ്ച നടത്തി. ഗാന്ധി ഇർവിൻ ഉടമ്പടി ഒപ്പുവെച്ചു. ഇന്ത്യക്കാർക്ക് വ്യക്തിഗത ആവശ്യങ്ങൾക്ക് ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്നതിനും തടവിലാക്കിയ പ്രവർത്തകരെ മോചിപ്പിക്കുന്നതിനും പകരമായി പ്രസ്ഥാനം അവസാനിപ്പിക്കുമെന്ന വ്യവസ്ഥ വന്നു. ഈ കരാർ ലണ്ടനിൽ നടന്ന 2ാം വട്ടമേശ സമ്മേളനത്തിൽ പ്രതിനിധിയായി ഗാന്ധി പങ്കെടുക്കുന്നതിലേക്കും നയിച്ചു. അടുത്തത് 1942 ക്വിറ്റ് ഇന്ത്യ സമരമാണ്. സ്വാതന്ത്ര്യത്തിനായുള്ള ഇന്ത്യയുടെ പോരാട്ടത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ലായ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ബ്രിട്ടീഷ് ഭരണത്തോടുള്ള വർദ്ധിച്ചു വരുന്ന അതൃപ്തിയിൽ നിന്നാണ് ഉടലെടുത്തത്. പ്രത്യേകിച്ചും 2ാം ലോക മഹായുദ്ധ സമയത്ത് ഇന്ത്യ പിന്തുണ തേടിയ 1942 മാർച്ചിലെ ക്രിപ്സ് മിഷന്റെ പരാജയത്തിനു ശേഷം 1942 ഓഗസ്റ്റ് 8 ബോംബെയിൽ നടന്ന അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി സമ്മേളനത്തിൽ ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് ക്വിറ്റ് ഇന്ത്യ പ്രമേയം അംഗീകരിച്ചു. ഡു ഓർ ഡൈ, അതായത് ചെയ്യുക അല്ലെങ്കിൽ മരിക്കുക എന്ന ഗാന്ധിയുടെ ശക്തമായ ആഹ്വാനം രാജ്യത്തുടനീളം അലയടിച്ചു. ഭാരത് ചോഡോ ആന്തോളൻ എന്നറിയപ്പെടുന്ന ക്യാമ്പയിൻ ബ്രിട്ടീഷുകാരെ ഇന്ത്യ വിടാൻ നിർബന്ധിതരാക്കുകയായിരുന്നു. പ്രസ്ഥാനം ആരംഭിച്ചതിന്റെ പിറ്റേന്ന് ഗാന്ധിയും ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ എന്നിവരുൾപ്പെടെ പ്രധാന നേതാക്കളും 1,00,000-ലധികം അനുയായികളും അറസ്റ്റിലായി. ഈ അടിച്ചമർത്തൽ രാജ്യത്തുടനീളം വ്യാപകമായ പ്രതിഷേധങ്ങൾക്കും പണിമുടക്കുകൾക്കും നിയമലംഘനത്തിനും ഇടയായി. പ്രധാന നേതാക്കൾ ജയിലിലായതോടെ പ്രസ്ഥാനത്തിന്റെ നേതൃത്വം ജയപ്രകാശ് നാരായൺ, രാം മനോഹർ ലോഹിയ തുടങ്ങിയ യുവ നേതാക്കളിലേക്ക് വന്നുവീണു. അരുണ ആസഫ് അലിയോ പോലുള്ള പുതിയ നേതാക്കളും ഉയർന്നു വന്നു. കഠിനമായ അടിച്ചമർത്തലുകൾക്കിടയിലും ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം രാഷ്ട്രത്തെ ഉത്തേജിപ്പിക്കുകയും ഇന്ത്യയെ അതിന്റെ സ്വാതന്ത്ര്യ ലക്ഷ്യത്തിലേക്ക് അടുപ്പിക്കുകയും ചെയ്തു. ഒടുവിൽ 1947 ഓഗസ്റ്റ് 15 ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിൽ നിന്ന് ഇന്ത്യ സ്വാതന്ത്ര്യം നേടി. അധികാര കൈമാറ്റത്തിന്റെ ആ അർദ്ധരാത്രി മുതൽ ഇങ്ങോട്ട് 7.5 പതിറ്റാണ്ട് പിന്നിട്ട് സ്വാതന്ത്ര്യത്തിന്റെ മാധുര്യം. 78ാം സ്വാതന്ത്ര്യ ദിനം.